ഹാഫിൾ എന്ന് പറഞ്ഞാൽ ആരാ? ഹാഫിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവര് ഭൂമിയിലെ രാജാക്കന്മാരാണ്. ഒരാൾ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ആ മകനെ പിന്നെ തൊടണമെങ്കിൽ വുളു എടുക്കണമെന്ന് പോലും പറയുന്ന മഹാന്മാരുണ്ട്. ഇവർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. ഇവരെ തൊടണമെങ്കിൽ വുളു എടുക്കണമെന്ന് അദബിന്റെ പാഠത്തിൽ പറഞ്ഞ മഹാന്മാരുണ്ട്. കാരണം ഇവരുടെ ഉള്ളിലുള്ളത് ഖുർആനാണ്. ലാ യമസ്സുഹു ഇല്ലാ മുത്തഹറൂൻ. ശുദ്ധിയോടെ അല്ലാതെ ഇവരെ പിന്നെ നിങ്ങൾ തൊട്ടുപോകരുത്. അത് ഖുർആനിന് മാത്രമല്ല, മനഃപ്പാഠമാക്കിയ കുരുന്നുകളെയും അങ്ങനെയാണ്. ഈ പൊന്നുമക്കളെ ഉപ്പക്കും ഉമ്മക്കും തൊടണമെങ്കിൽ വുളു എടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. ഇവര് ഭൂമിയിലെ രാജാക്കന്മാരാണ്. നാളെ കബറിലെ ചുരുക്കി പറയട്ടെ, നാളെ കബറിലെ പുതിയ ആപ്ലമാരാണ്. ഒരാള് മരിച്ചിട്ട് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ 6 അടി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും പുടുത്തുനാറില്ലേ. 2000 കോടി രൂപയുടെ വരുമാനമുണ്ടായിരുന്ന, ദേശീയ രാഷ്ട്രീയത്തിന്റെ നിർണായക ശക്തിയായിരുന്ന, തന്റെ കടിച്ചുകൊടുത്ത ശരീരം കൊണ്ട് തന്റെ മുമ്പിൽ വന്നവരെ പാദസേവ ചെയ്യിപ്പിച്ച തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഡോക്ടർ സെൽവി ജയലളിത മരിച്ചു പോയപ്പോ ആയിരക്കണക്കിന് ആളുകളെ തന്റെ തടിച്ചുകൊടുത്ത ശരീരത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിന്ന ആ തടിച്ചുകൊടുത്ത ശരീരം ചെന്നൈ ഗാർഡനിൽ 6 അടി മണ്ണിലോട്ട് ഇറക്കി വെച്ചപ്പോ ആ തടിച്ചുകൊടുത്ത ശരീരത്തിലേക്ക് പേടിയില്ലാതെ, ഭയമില്ലാതെ ആ ശരീരത്തിലൂടെ മേഞ്ഞു നടന്ന ആളുകളുണ്ട്. അവരാരെന്നറിയോ? അവരാണ് അവരെ കാത്തിരുന്ന കബറിലെ പുഴുക്കള്. നൂറുകണക്കിന് നേതാക്കന്മാരെ മുട്ടുകുത്തിച്ച ശരീരത്തെ അവിടുത്തെ പുഴുക്കള് തിന്നുവല്ലോ. ആ മാംസമാ പുഴുക്കള് ആമാശയത്തിന്റെ ഭക്ഷണമാക്കിയല്ലോ. 3 ദിവസം കഴിഞ്ഞപ്പോ അവരുടെ കണ്ണരുകി മാറിയില്ലേ. സഹോദരി, അഹമ്മദ് കബീറിനെ കബറിൽ വെച്ചാൽ അത് ഞാനാകട്ടെ നിങ്ങളാകട്ടെ, 3-ാമത്തെ ദിവസം അടക്കിയ കബറിന്റെ മൂടിയൊന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ചെവിയിൽ വന്നിട്ട് കുറെ ആളുകള് കഥ പറഞ്ഞു തരും. ഞാൻ ഏകാന്തതയുടെ വീട്ടിലെ പുഴുവാണ്, നിന്റെ ശരീരം തിന്നാൻ വന്നതാടടാ. കബറടക്കിയിട്ട് 1-ാമത്തെ ദിവസം മുഴുവൻ ഈ ശരീരത്തിന്റെ മാംസം എങ്ങനെ തിന്ന് അവസാനം 3-ാമത്തെ ദിവസമാകുമ്പോ കവിളിൽ നിന്ന് മുഖത്തിൽ നിന്ന് കണ്ണരുകി താഴേക്ക് വീണ് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തേ, നിനക്കുള്ള നയനം 2, ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. 3-ാമത്തെ ദിവസം നിന്റെ കണ്ണരുകി മാറും. 40 ദിവസമാകും അസ്ഥികൾ പോലും മണ്ണിലേക്ക് പോകും. 40 ദിവസം കഴിഞ്ഞ് വടക്കേക്കര പള്ളിയുടെ ഖബർസ്ഥാന് കുഴിച്ചു നോക്കിയാല് പിന്നെ നിങ്ങളുടെ മാംസങ്ങളില്ല. പക്ഷേ പെങ്ങളെ, ഒരു ഹാഫിദ് മരിച്ചിട്ട് ആ ഹാഫിദിനെ കൊണ്ടുപോയി കബറിൽ വെച്ചാൽ അവന്റെ ശരീരത്തിലേക്ക് പുഴുക്കൾ തൊട്ടു നോക്കുകയില്ല. അവന്റെ ശരീരം പുഴുക്കൾ തിന്നുകയില്ല. കബറിലെ പുഴുക്കളും ചിതലുകളും ബഹുമാനിച്ചിട്ട് മാറി നിൽക്കുന്ന ശരീരം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളുടേതാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബാ. പടച്ചവനെ, കബറിന്റെ പുതിയാപ്ലമാരാക്കി കബറിന്റെ ചിതലുകളെയും പുഴുക്കളെയും ഈ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഹാഫിളായ മോനെ എനിക്ക് നൽകണേ അല്ലാഹുവേ എന്ന് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് പിരിയേണ്ട പെങ്ങളെ. ഇവര് കബറിലെ പുതിയാപ്ലയാണ്. ഇവര് നാളെ പരലോകത്തിന്റെ രാജാക്കന്മാരാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.